ഈ നാടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയല്ലേ സിനിമാ സംവിധാനത്തിലേക്ക് വരുന്നത്. അതും നമുക്കറിയാം, മമ്മൂട്ടിയെ പോലെ വലിയൊരു മെഗാസ്റ്റാറിനെ വെച്ചുള്ള ഒരു ചിത്രം ബാല്യകാല സഖി എന്നുള്ള വളരെ പ്രശസ്തമായ ഒരു കഥ തന്നെയാണ് അതിൽ കൊണ്ടുവന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ എങ്ങനെയാണ് സിനിമാ സംവിധാനത്തിലേക്ക് കടക്കാമെന്ന് തോന്നിയതും ഈ ഒരു ചിത്രത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ വിഷ്വൽ മീഡിയ പഠനം കഴിഞ്ഞിട്ട് PG കഴിഞ്ഞിട്ട് കൈരളി TV തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ കൈരളി TVയിലൊരു 4-5 വർഷത്തോളം കൈരളി TVയിലാണ് വർക്ക് ചെയ്തത്. അവിടെ നിന്ന് അപ്പോൾ മമ്മൂക്കയായിട്ട് അവിടെ നിന്ന് ഒരു അടുപ്പമുണ്ടായി. നമ്മുടെ ചെയർമാനായിരുന്നല്ലോ മമ്മൂക്ക കൈരളി TVയുടെ. അത് കഴിഞ്ഞിട്ട് മനോരമ TVയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് MT സാറിൻ്റെ ഒരു CD-ROM ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സർഗാത്മക പ്രവർത്തനങ്ങളും ചേർത്ത് വെച്ചിട്ട് അത് പല മീഡിയയിൽ എങ്ങനെയൊക്കെയാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന പ്രതിഭയുടെ എഴുത്തുകൾ വിഷ്വൽ ലാംഗ്വേജിൽ റീക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു CD-ROM ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് MT സാറിൻ്റെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് പേര്, ഇന്ത്യയിലുള്ള പല ഭാഗത്തുള്ള സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഒത്തുചേർന്ന വലിയൊരു ഫംഗ്ഷൻ തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വലിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ MT സാറിന് ഒരു സ്നേഹോപഹാരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ 2-ാം ഊഴം ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം അവിടെ വരികയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറയുകയും ചെയ്യേണ്ടായി. വലിയൊരു ആവേശത്തോടെ വലിയ ഭയത്തോട് കൂടിയിട്ട് അങ്ങനെ ഞാൻ ഒരു മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് 2-ാം ഊഴം ചെയ്തത്. അതിൽ ഭീമനായിട്ടും കർണനായിട്ടും അർജുനായിട്ടും യുധിഷ്ഠിരനായിട്ടൊക്കെ മമ്മൂക്ക അഭിനയിച്ചു. 56 മിനിറ്റോളം ഉണ്ടായിരുന്നു ദൈർഘ്യം ആ പ്രൊഡക്ഷന്. അതിൽ പിന്നെ കലാമണ്ഡലത്തിൽ പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാരും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചേർന്നൊരു 10-62ഓളം ആൾക്കാർ ചേർന്നിട്ട് ആ പ്രൊഡക്ഷനിൽ അഭിനയിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഒരു കഥ സിനിമയ്ക്ക് വേണ്ടി ആലോചിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ, അതിനിടയിൽ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തങ്കം എന്ന് പറയുന്ന ബഷീറിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമുണ്ട്. അത് ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യുകയും അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ചെറിയ ചെറിയ ശ്രദ്ധകൾ നമ്മളങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ മമ്മൂക്കൊക്കെ തോന്നിയത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹവും കൊണ്ടായിരിക്കും അത്തരൊരു സിനിമയെക്കുറിച്ച് കൺസീവ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് ബാല്യകാല സഖിയിലേക്ക് എത്തുന്നത്. മമ്മൂക്കയുടെയൊക്കെ വലിയ പിന്തുണ, അതുപോലെ തന്നെ K. രാഘവൻ മാസ്റ്ററും ഒക്കെ പോലുള്ള വലിയ സംഗീതജ്ഞരുടെ പാട്ടുകളൊക്കെ കൊണ്ട് ബാല്യകാല സഖി മനോഹരമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.